അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പേര് അബ്ദുൾ റഷീദ് കുറ്റിപ്പുറം. ഞാൻ ഒരു വെല്ലുവിളി നടത്തിയിരുന്നു വാട്സപ്പിലൂടെ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട്. അപ്പോൾ കുറേ ഗ്രൂപ്പുകളിലേക്ക് അത് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ കുറേ ഉസ്താദുമാർ പി എമ്മിൽ വന്നിട്ട് മറുപടി പറയാൻ ശ്രമിച്ചു ആ ചോദ്യത്തിന് വേണ്ടി. പക്ഷെ ഒരാളും ചോദ്യത്തിനുള്ള മറുപടി തന്നില്ല. വേറെ പലതോ പറഞ്ഞത്. ചോദ്യം ഇതായിരുന്നു, ഇനി ഒരു വീഡിയോ കൂടി ആക്കി ഇറക്കാം. സഹോദരങ്ങൾ പണ്ഡിതന്മാരാരെങ്കിലും മറുപടി പറയട്ടെ. ഇവിടെ ഞാൻ ചോദ്യം ഇതാണ്: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹിൻ്റെ വഹി അനുസരിച്ചുകൊണ്ട് നമ്മുടെ 12 മാസങ്ങളിൽ ചില പ്രത്യേക മാസങ്ങൾക്ക് പ്രത്യേക പുണ്യവും പവിത്രതയും പഠിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണം, മുഹറം മാസത്തിന് പവിത്രത, റജബിന് പവിത്രത, റമദാനിനുള്ള പവിത്രത, അതുപോലെ തന്നെ ദുൽഖഅദ ദുൽഹജ്ജിനുള്ള പവിത്രത. ഇതുപോലെ റബീഉൽ അവ്വൽ മാസത്തെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു മാസങ്ങളെക്കാൾ എന്തെങ്കിലും ഒരു പ്രത്യേകതയോ പുണ്യമോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിൽ നമുക്ക് നിർണയിച്ചു തന്നിട്ടുണ്ടോ? ഈ ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി റബീഉൽ അവ്വലിൻ്റെ ഒരു വാക്ക്, ഒരു പേരെടുത്തിട്ട് എന്തെങ്കിലും ഒന്ന് പ്രത്യേകതയായി പറഞ്ഞിട്ടുണ്ടോ എന്നായിരുന്നു എൻ്റെ ചോദ്യം. അതിന് ഒരു മറുപടി ഉണ്ട്. ഇനിയിപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാനും ജനിച്ചത് റബീഉൽ അവ്വൽ മാസത്തിലാണ്, അതുകൊണ്ട് ആ മാസത്തിന് പുണ്യമുണ്ടെന്നോ എന്തെങ്കിലും ഒരു വാക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ഇല്ല. അതിനോടനുബന്ധിച്ചുള്ള ചോദ്യം ഇതായിരുന്നു: എന്താണ്? പല തീയതികൾക്കും പ്രത്യേകത പഠിപ്പിച്ചിട്ടുണ്ട്. ദിവസത്തിനല്ല കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് തിങ്കളാഴ്ചയാണെന്ന് നോമ്പ് നോൽക്കണതൊക്കെ മുസ്ലിങ്ങളുടെ നിലപാടാണ്. ഇവിടെ അതല്ല വിഷയം. ഇവിടുത്തെ വിഷയം എന്തായിരുന്നു? പല തീയതികൾക്കും പുണ്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം മുഹറം 10 പ്രത്യേകത ഉണ്ടല്ലോ, 9 പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്, ഷവ്വാൽ 1 പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? അതുപോലെ തന്നെ ദുൽഹജ്ജ് 10 9 11 12 13 ദുൽഹജ്ജ് 10 ദിവസം വേറെ ഉണ്ട്. ഇങ്ങനെ ഇതുപോലെ അതൊന്നും ദിവസമല്ലല്ലോ, തീയതികളല്ലേ. ഇതുപോലെ റബീഉൽ അവ്വൽ 12 എന്ന തീയതിക്ക് ഇസ്ലാമിൽ എന്തെങ്കിലും ഒരു പുണ്യമോ പവിത്രതയോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനിൽ നമുക്ക് നിർണയിച്ചു തന്നിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബത്തിനോ താബികളെന്നോ തബൂ താബികളെന്നോ ഷാഫി ഇമാമോ ഹനഫി ഇമാമോ അംബലി ഇമാമോ മാലിക് ഇമാമോ അതുപോലെയുള്ള ബുഖാരിയോ മുസ്ലിമോ ഇബ്നു മാജഹോ തിർമിദിയോ നസായിയോ അബൂ ദാവൂദ് ആരെങ്കിലും മുൻകാലത്തുള്ളവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് അങ്ങനെ ഉദ്ധരിച്ചിട്ടുണ്ടോ? മുസ്ലിമീങ്ങൾക്ക് പ്രത്യേകമായ ആചാരാനുഷ്ഠാനങ്ങളോ പ്രത്യേക പുണ്യമോ, അല്ലെങ്കിൽ ഞാൻ ജനിച്ചത് റബീഉൽ അവ്വൽ 12 അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പേരിൽ ബർത്ത്ഡേ ഒരു കൊല്ലത്തിൽ ആഘോഷിക്കണമെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക പുണ്യം ഈ റബീഉൽ അവ്വൽ മാസത്തിനോ റബീഉൽ അവ്വൽ 12 എന്ന തീയതിക്കോ ദീനിൽ അള്ളാഹിൻ്റെ പ്രവാചകൻ നിശ്ചയിച്ചു തന്നിട്ടുണ്ടോ മുസ്ലിം ലോകത്തിന് വേണ്ടി എന്ന് ചോദിച്ചിരുന്നു. ഒരാൾക്കും മറുപടി പറയാൻ കഴിയും. അങ്ങനെ തെളിയിക്കുകയാണെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ സംസ്ഥയിൽ വന്ന് നബിദിനം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു. ഒരു മനുഷ്യൻ പോലും അത് ഏറ്റെടുത്ത് മറുപടി പറയാൻ കഴിയില്ല. വല്ലാത്തൊരു കഷ്ടമാണ്. ഇവിടെ എന്തെങ്കിലും ആളുകൾ, കുറേ കാലങ്ങൾ ഷിയാക്കളായ ആളുകൾ 300 400 കൊല്ലം കഴിഞ്ഞ് എന്തെങ്കിലും കൊണ്ടുവരിക, ഏതെങ്കിലും കാര്യം കൊണ്ടുവരിക, എന്നിട്ടോ ആ കാര്യത്തിക്ക് തെളിവിനെ അങ്ങോട്ട് കൊണ്ടുപോയി ഒപ്പിക്കുക. ഈ പരിപാടി ഉസ്താദുമാർ നിർത്തണം. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുക, അങ്ങോട്ട് തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് അതിലേക്ക് കൊണ്ടുപോയി മുട്ടിക്കുകയല്ല ചെയ്യേണ്ടത്. തെളിവ് ആദ്യം ഉദ്ധരിച്ചിട്ട് അത് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ അത് നബിത്തങ്ങൾ ചെയ്യും, സഹാബത്ത് ചെയ്യും, താബികൾ ചെയ്യും, തബൂ താബികൾ ചെയ്യും. അവരാരും ചെയ്യൂല. അപ്പോൾ പിന്നെന്താ നിങ്ങൾ പുതിയത് ഓരോന്നും ഉണ്ടാക്കുക? എന്നിട്ട് തെളിവ് ഏതെങ്കിലും എടുത്തിട്ട് പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ദുർവ്യാഖ്യാനിച്ച് ഒപ്പിച്ച് അയിമക്ക് കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യുക, എന്നിട്ട് അത് കൂട്ടി യോജിപ്പിക്കുക. വല്ലാത്ത കഷ്ടമാണ് മൗലവിമാരെ, വല്ലാത്ത കഷ്ടങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ലോകത്ത് ആര് ചെയ്താലും എവിടെയൊക്കെ ചെയ്താലും ഇസ്ലാം മതത്തിൽ ഈ പരിപാടി ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊരു വെല്ലുവിളിയാണ്. ഇതിന് ആർക്കും പറയാവുന്നതാണ്.